നമുക്ക് നോക്കാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നൊരു ബീം ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ ബീം ലെങ്ത്ത് 11 മീറ്ററാണ്. സപ്പോർട്ട്സ് കൊടുത്തിരിക്കുന്നത് 0 മീറ്ററിലും 11 മീറ്ററിലും ഫിക്സഡ് സപ്പോർട്ട്, ഇടയ്ക്ക് ഒരു 5 മീറ്ററിലൊരു പിൻഡ് സപ്പോർട്ടും ഉണ്ട്. മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കോൺക്രീറ്റ് M25, സ്റ്റീൽ Fe415 പിന്നെ UDL കൊടുക്കുന്നുണ്ട്. UDL 2 kN/m ആണ് 5 to 11 മീറ്ററിൽ. പിന്നെ ഒരു പോയിൻറ്റ് ലോഡ് 2 മീറ്ററിൽ 20 kN ഉണ്ട്. അതേപോലെ യൂണിഫോം മൊമെൻ്റ് ഉണ്ട് 5 kN 9 മീറ്ററിൽ. ഓക്കെ, ഇനി ഡെഡ് ലോഡ് സെൽഫ് വെയ്റ്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ലോഡ് കോമ്പിനേഷൻ ആണെങ്കിൽ 1.5 ഡെഡ് ലോഡ് പ്ലസ് 1.5 ലൈവ് ലോഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് പ്രോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെർച്ച് ബട്ടണിൽ STAD ഒക്കെ വന്നു, സ്റ്റാർട്ട് പ്രോ വന്നു. ഇത് എഡിഷൻ 22 ആണ്. ലാബിൽ നമുക്ക് 23 ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് പതിയെ സ്റ്റാർട്ടാവും. ഓക്കെ, ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഇന്ന് ചെയ്ത് നോക്കിയത് നമ്മുടെ ക്ലാസ്സിൽ ചെയ്തതൊക്കെയാണ് ഇവിടെ റീസെൻറ്റ് ഫയൽസിൽ കിടക്കുന്നത്. നമുക്ക് പുതിയ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൊക്കേഷനും ഫയൽ നെയിമും കേട്ടോ. ലൊക്കേഷൻ ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്രൗസ് ചെയ്ത് എവിടെയാണോ നിങ്ങൾക്ക് ഫയൽ സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ നിങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇവിടെ V6 എന്ന് പറയുന്ന ലൊക്കേഷനിൽ സ്ട്രക്ചർ 1 അനലിറ്റിക്കൽ കേട്ടോ. അനലിറ്റിക്കൽ ഫിസിക്കൽ ബിൽഡിംഗ് ഉണ്ട്. ഡിഫോൾട്ടായിട്ട് അനലിറ്റിക്കലായിരിക്കും. നമുക്ക് അനലിറ്റിക്കൽ മോഡലാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ്സിൽ ഇംഗ്ലീഷും ഉണ്ട്, മെട്രിക് ഉണ്ട്. അതിൽ മെട്രിക് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഫുട്ടും, ഇംഗ്ലീഷ് ആണെങ്കിൽ ഫുട്ട് പൗണ്ട് ഒക്കെ വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാകും കേട്ടോ. അപ്പോൾ മെട്രിക് എടുക്കുക, നിങ്ങൾ ക്രിയേറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. ക്രിയേറ്റ് ചെയ്തോളാൻ നമ്മൾ പറയുന്നു. ഓക്കെ, ഇനി നമുക്കുള്ളത് എന്താ, ഇവിടെ നമുക്ക് ജോമെട്രി വ്യൂ സെലക്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ജോമെട്രിയിൽ നമുക്ക് ഇവിടെ നോഡ്. ഓക്കെ, നോഡിൽ നമുക്ക് 3 സപ്പോർട്ടുകളാണ് ഉള്ളത്. ഏറ്റവും ലെഫ്റ്റിൽ, അതായത് 00-യിലൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 5-ലാണ്, 500-യിലുണ്ട്. അതേപോലെ എൻഡ് 11-ലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ 3 നോഡുകൾ നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ ഡോട്ട് കണ്ടില്ലേ, ഈ 3 ഡോട്ടുകളാണ് നമ്മളിപ്പോൾ വരച്ച് വെച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ഇവിടെ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ കണ്ടോ, നമുക്കിത് നോഡിൻ്റെ നമ്പേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 2 3 എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം അല്ലേ. അതേപോലെ തന്നെ ബീമിൻ്റെ നമ്പേഴ്സും കൂടെ നമുക്ക് കാണാനുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടേക്കാം കേട്ടോ. ഇത് നമുക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് നോഡാണ് ഇതിൻ്റെ പേര് 00 ആണെന്നും അടുത്തത് 500 ആണെന്നും 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1100 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് ബീം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന എലമെൻറ്റിനെ ബീം എന്നാണ് സ്റ്റാൻഡേർഡിനകത്ത് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് 1ഉം 2ഉം നോഡിനെ നമുക്ക് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത വരെ ഇവിടെ വന്നു. അതിൻ്റെ പേര് 1 ആണെന്നുള്ള ഇവിടെ വന്നു അല്ലേ. ഇനി അടുത്ത ബീം നമുക്ക് 2നെയും 3നെയും കണക്ട് ചെയ്യുന്ന നോഡായിരിക്കണം. അപ്പോൾ നമ്മളിവിടെ 2 കൊടുത്തു, പിന്നെ ഇവിടെ 3യും കൊടുത്തു. അപ്പോൾ ഇത് നോക്കാൻ നേരത്ത് അവിടെ 3 കൊടുത്തു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ബീമും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജോമെട്രി പോർഷൻ അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത്. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ബീമിൻ്റെ സെക്ഷണൽ ഡയമെൻഷൻസ് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഞാൻ റൈറ്റ് ക്ലിക്ക് എടുത്ത് 3D റെൻഡറിങ് നോക്കുവാണെങ്കിൽ ജസ്റ്റ് വര മാത്രമേ കാണുള്ളൂ അല്ലേ. ഒരു X ഡയറക്ഷൻ്റെ ഒരു വര കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ ബീമിൻ്റെ ക്രോസ് സെക്ഷനോ അങ്ങനത്തെ പ്രോപ്പർട്ടീസും ഒന്നും വന്നിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസിലോട്ട് പോവുകയാണ്. പ്രോപ്പർട്ടിയിൽ വന്നു. ഇവിടെ സെക്ഷനിൽ നമ്മളിവിടെ ഒരു ഡിഫൈൻ എന്നുള്ളൊരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഡിഫൈനിൽ നമ്മൾ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന ബീമിൻ്റെ സെക്ഷൻ റെക്റ്റാങ്കുലർ ആണ്. ഓക്കെ, ഡെപ്ത്ത് ഞാൻ 0.5 മീറ്ററും വിഡ്ത്ത് ഒരു 0.2 മീറ്ററും കൊടുക്കുകയാണ്. മെറ്റീരിയൽ ഇവിടെ കോൺക്രീറ്റ് ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടു റൈറ്റ് സൈഡിൽ അത് വരുന്നുണ്ട്. ഞാനത് ക്ലോസ് ചെയ്തു. ഇനി ഇത് ആർക്കൊക്കെയാണ് ഇത് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമുക്കിവിടെ 2 ബീമാണ് ഉള്ളത് അല്ലേ, ബീം 1ഉം ബീം 2ഉം. ആ 2 ബീമിനും ഈ സെക്ഷൻ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് എടുത്തു. ഇവിടെ യൂസ് കർസർ ടു അസൈൻ, ഓരോന്നിലും പോയി വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ എനിക്ക് ഈ 2 ബീമിലും അത് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ അസൈൻ ടു വ്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ അസൈൻ ചെയ്യുമ്പോൾ ഈ 2 പേർക്കും R1 എന്നൊരു പ്രോപ്പർട്ടി വന്നു. അപ്പോൾ ഈ ബീം വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത്, ഈ ബീം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞാണ് നിൽക്കുന്നത്. എനിക്ക് നേരിട്ട് ഫ്രണ്ട് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ വ്യൂ ആകുമ്പോൾ എവിടെ പോകണം, വ്യൂവിൽ ചെന്നു ഫ്രണ്ട് വ്യൂ. ഇതേ കണ്ടോ, ഇത് ഫ്രണ്ട് വ്യൂ കേട്ടോ. മോഡൽ വ്യൂ ഫ്രം
പ്ലസ് ഇസഡ് ആണ് എനിക്ക് കാണുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുന്നത് ഇതാ ഐസോമെട്രിക് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫ്രണ്ട് വ്യൂ കാണുവാണെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ കൃത്യമായിട്ട് ആ ഡിസ്റ്റൻസും എങ്ങനെയാണത് വന്നിരിക്കുന്നുള്ള കാര്യം എനിക്കൊന്ന് മനസ്സിലാവും. ഓക്കെ, ഇനിയിപ്പോൾ ഈ ലേബലൊക്കെ ഉണ്ട് 1 2 3 അതെനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്കത് ഒഴിവാക്കാം. തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് ജോമെട്രി കൊടുത്തു, പ്രോപ്പർട്ടി കൊടുത്തു. ഈ പ്രോപ്പർട്ടി അല്ലേ, പ്രോപ്പർട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ 3D റെൻഡറിങ് എടുക്കുവാണെങ്കിൽ ഇവിടെ ആ തിക്നെസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾ കൊടുത്തു ഇല്ലയോ എന്നൊക്കെ സംശയം വരുന്നത്. ഇപ്പോൾ R1 എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ 3D റെൻഡറിങ് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഏതെങ്കിലും വിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത്. അടുത്ത് ഇനി സപ്പോർട്ടാണ് കേട്ടോ. അടുത്ത് നമ്മൾ സപ്പോർട്ടിന് ഒരല്പം താമസം. ഓക്കെ, സപ്പോർട്ട് വന്നു. സപ്പോർട്ട് നോ സപ്പോർട്ട് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് 2 ഫിക്സഡ് സപ്പോർട്ട് വേണം. ഫിക്സഡ് സപ്പോർട്ട് ആഡ് ചെയ്തു. ഫിക്സഡ് സപ്പോർട്ട് നമുക്ക് എവിടെയാണ് വേണ്ടത്? 2 എൻഡുകളിലാണ് വേണ്ടത്. ഇപ്പോൾ യൂസ് കർസർ ടു അസൈൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഞാൻ കർസറുമായിട്ട് ചെല്ലുവാണ്. ഒരു എൻഡിൽ കൊടുത്തു, മറ്റേ എൻഡിലും കൊടുത്തു അല്ലേ. ഇനി അടുത്തത് എനിക്കൊരു പിൻഡ് ജോയിൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ അത് വീണ്ടും ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. പിൻഡ് ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, പിൻഡ്. ഓക്കെ, ഇവിടെ പിൻഡ് കിടപ്പുണ്ട്. ഞാനത് വീണ്ടും യൂസ് കർസർ ടു അസൈൻ ചെയ്യുവാണ്. അസൈനിങ് എന്ന് പറഞ്ഞ് ഇവിടെ രണ്ടാമത് ഇവിടെ ഞാൻ കൊണ്ട് അത് ആഡ് ചെയ്യും അല്ലേ. ഓക്കെ, അപ്പോൾ എൻ്റെ സപ്പോർട്ടുകളെല്ലാം ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ തൽക്കാലം ഒന്ന് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ സിസ്റ്റം ഒരു സ്ലോ ആയിട്ടാണ്. ഇപ്പോൾ ഇനി ഞാൻ ലോഡിങ് എടുക്കുവാണ്. ലോഡിങ്ങിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്ക് ഡെഡ് ലോഡും ലൈവ് ലോഡും ഉണ്ട്, അതിൻ്റെ കോമ്പിനേഷനും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ലോഡ് കേസുകൾ എടുക്കുക, അവിടെ വന്ന് ആഡ് ചെയ്യുക. ആദ്യം ഞാൻ പറയുന്നത് എനിക്ക് ഡെഡ് ലോഡ് ഉണ്ട്, ഡെഡ് ലോഡുകൾ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അതിൻ്റെ ലോഡ് കേസ് 1 എന്നോ അല്ലെങ്കിൽ ഡെഡ് ലോഡ് എന്നോ എനിക്ക് പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ഡെഡ് ലോഡ് എന്നുള്ളൊരു കേസ് വന്നു. ഇനി അത് മാത്രം പോരെ, എനിക്കൊരു ലൈവ് ലോഡിൻ്റെ ഒരു കേസും കൂടി വേണം. അതിന് ഞാൻ പേര് വേണമെങ്കിൽ ഡിഫോൾട്ടായിട്ടുള്ള അത് കൊടുക്കാം, അല്ലെങ്കിൽ ലൈവ് ലോഡ് എന്നുള്ളൊരു കേസും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇത് രണ്ടുമല്ല, എനിക്ക് വേറൊരു മൂന്നാമത്തെ ഒരു കേസ് ഉണ്ട്, അതായത് കോമ്പിനേഷൻ കൂടെ വേണം. കോമ്പിനേഷൻ 1.5 ഡെഡ് ലോഡ് പ്ലസ് 1.5 ലൈവ് ലോഡ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ഡിഫോൾട്ടായിട്ട് ഫാക്ടർ 1.5 ആഡ് ചെയ്തു. ലൈവ് ലോഡും ഡെഡ് ലോഡും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇത് എഡിറ്റബിൾ ആണ്, എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് 2 എന്നോ 3 എന്നോ എന്ത് വേണമെങ്കിലും എനിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോഡ് കോമ്പിനേഷൻ കൂടെ, അപ്പോൾ കേസുകളിൽ നമ്മൾ ഡെഡ് ലോഡ് കൊടുത്തു, ലൈവ് ലോഡ് കൊടുത്തു, അതിൻ്റെ ഒരു കോമ്പിനേഷനും കൂടെ കൊടുത്തു. അത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഡെഡ് ലോഡിനകത്ത് നമ്മൾ എന്താ കൊടുക്കും? ഡെഡ് ലോഡിനകത്ത് ഇനി ഡെഡ് ലോഡിനകത്താണ് ഇത്രയും നേരം നമ്മൾ ലോഡ് കേസിൽ ക്ലിക്ക് ചെയ്തിട്ടായിരുന്നു ആഡ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഞാൻ ഡെഡ് ലോഡ് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡെഡ് ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വീണ്ടും ആഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെഡ് ലോഡിനകത്ത് എനിക്ക് സെൽഫ് വെയിറ്റ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. സെൽഫ് വെയിറ്റ് ക്ലിക്ക് ചെയ്തു, അത് ഞാൻ ആഡ് ചെയ്തു. ക്ലോസ് ചെയ്യുകയാണ്. സെൽഫ് വെയിറ്റ് കണ്ടോ, എനിക്ക് എവിടെ അസൈൻ ചെയ്യേണ്ടത്? ഈ കാണുന്ന ബീം മുഴുവൻ അല്ലേ. അസൈൻ ടു വ്യൂ ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അസൈൻ കൊടുത്തു. ഡി വോണ്ട് ടു പ്രൊസീഡ് എസ് കൊടുക്കണം. അപ്പോൾ സെൽഫ് വെയിറ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ആ ഫുൾ ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലൈവ് ലോഡ് നമുക്ക് 3 എണ്ണം ഉണ്ട്. ഏറ്റവും ആദ്യമേ നമുക്കൊരു UDL ഉണ്ട് അല്ലേ. UDL നമുക്കൊന്ന് ആഡ് ചെയ്യാം. UDL, അപ്പോൾ ഒരു UDL എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. മെമ്പർ ലോഡിനകത്ത് യൂണിഫോം ഫോഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര ലോഡാണ് ഉള്ളത്? 2 kN ആണ്. താഴേക്ക് ആയതുകൊണ്ട് -2 എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഇനി നമുക്കത് വേണ്ടത് എവിടെ മുതലാണ്? ആ സെക്കൻഡ് ബീം, അതായത് നോഡ് 2 മുതൽ 3 വരെയുള്ള ഫുൾ ലെങ്ത്തിൽ നമുക്കത് വേണം. അതുകൊണ്ട് ഞാൻ D1 D2 തൽക്കാലം നോക്കുന്നില്ല. അത് കൊടുക്കേണ്ട സമയം വേറൊരു അവസരത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എന്തിനാണെന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ ഫുൾ ഡയമെൻഷനിൽ കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുകയാണ്. ഞാനത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ യൂണിഫോം ലോഡ് എടുത്തു. വീണ്ടും ഞാൻ അസൈൻ ടു വ്യൂ കൊടുക്കുന്നില്ല, യൂസ് കർസർ ടു അസൈൻ ആണ്. എന്നിട്ട് ഞാൻ പറയുന്നത് എനിക്കിത് ഇവിടെ അസൈനിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്ത് അല്ലേ, അതായത് 5 to 11 വരെ ആ ഒരു UDL വന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് കൊടുക്കാനുണ്ട്, ഇനിയും ലൈവ് ലോഡുകൾ ഇനിയും എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ഒരു പോയിൻ്റ് ലോഡുണ്ട്. പോയിൻ്റ് ലോഡിന് വേണ്ടി വീണ്ടും ഞാൻ മെമ്പർ ലോഡിൽ വന്നു. കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് ഓഫ് -20 kN. ഓക്കെ, ഇവിടെ നമുക്ക് D1 D2 ആവശ്യമുണ്ട്. നമുക്ക് ആ 20 kN ആക്ട് ചെയ്യേണ്ടത് ലെഫ്റ്റിൽ നിന്ന് 2 മീറ്റർ മാറിയ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി D1 എന്നൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ലെഫ്റ്റിൽ നിന്ന് എത്ര മാറിയാണോ, ലെഫ്റ്റിൽ നിന്ന് സെൻറ്ററിൽ കൂടെ മാറി എത്രയാണ് P ആക്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്.
D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെൻട്രിസിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേസിൽ അവർ എക്സെൻട്രിസിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എക്സെൻട്രിസിറ്റി D2 നമ്മൾ എടുക്കുന്നില്ല. D2 കൃത്യം കോൺസെൻട്രിക് ആണ്, സെൻട്രിൽ കൂടിയാണ് പോകുന്നുള്ള നമ്മൾ അസ്യൂം ചെയ്തു. പക്ഷേ ഈ ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു എൻഡിൽ നിന്ന് D1 ഡിസ്റ്റൻസ് മാറി, അത് 2 മീറ്റർ മാറി ആണെന്നുള്ള കാര്യം നമ്മൾ അസ്യൂം ചെയ്തു. ഡയറക്ഷൻ GY എന്ന് കൊടുത്തിട്ടുണ്ട്. Y മേളിലേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ലോഡ് -20 എന്ന് കൊടുക്കുന്നത്. അത് നമ്മൾ ആഡ് ചെയ്തു, ക്ലോസ് ചെയ്തു. അത് നമ്മൾ എങ്ങോട്ടാണ്, ഇപ്പോൾ -20 ഉണ്ട്, അത് ഞാൻ എങ്ങോട്ടാണ്, യൂസ് കർസർ ടു അസൈൻ ആണ്. അസൈൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടെ പോയി ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ 2 മീറ്റർ മാറിയിട്ടാണ് അവരിപ്പോൾ ആ ലോഡ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി വീണ്ടും ഒരു ലൈവ് ലോഡ് കൊണ്ടുവരും. എന്താ അത്, അതൊരു മൊമെൻ്റ് ആണ് കേട്ടോ, മൊമെൻ്റ് ആണ്. അത് വീണ്ടും ഞാൻ മെമ്പർ ലോഡ് ചെന്നു, കോൺസെൻട്രേറ്റഡ് മൊമെൻ്റ് എടുത്തു. ഓക്കെ, കോൺസെൻട്രേറ്റഡ് മൊമെൻ്റ് നമ്മളോട് പറയുന്നത് 2 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, 2 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഇതിനകത്തും 2 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്കറിയാം, അത് 9 മീറ്ററിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ 5 to 11 ഉള്ള സ്ഥലത്ത് നമുക്ക് 4 മീറ്റർ മാറി വേണം നമുക്ക് ആ മൊമെൻ്റ് വരേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ അത് Y ഡയറക്ഷനെ ബേസ് ചെയ്താണോ, X ഡയറക്ഷനെ ബേസ് ചെയ്താണോ, Z ഡയറക്ഷനെ ബേസ് ചെയ്താണോ എന്നുള്ളത് നമുക്ക് നോക്കാം. തൽക്കാലം ഞാൻ Z ഡയറക്ഷൻ കൊടുത്ത് ഞാൻ നോക്കുക കേട്ടോ. Z ഡയറക്ഷൻ, അതായത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്തിലേക്ക്, അതായത് ബീമിന് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ബീമിനെ ഒന്ന് ക്ലോക്ക് വൈസ് നമ്മളിപ്പോൾ നോക്കുന്ന സ്ഥലത്ത്, നമ്മൾ ഇപ്പോൾ Z ഡയറക്ഷൻ നമ്മളിപ്പോൾ നമ്മുടെ ബീമിനെ നമ്മൾ വ്യൂ ചെയ്യുന്നത്, അവിടെ നമുക്കൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു മൊമെൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമുക്കിതൊന്ന് കൊടുത്ത് നോക്കാം. 2 ഉണ്ട്. ഇപ്പോൾ സൈൻ കൺവെൻഷൻ നമുക്ക് അറിയത്തില്ല, ഇത് കോൺസെൻട്രേറ്റഡ് മൊമെൻ്റ് ആണ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ് പോകും ആൻറ്റി ക്ലോക്ക് വൈസ് പോകും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ +2 ആണ് കൊടുത്തിരിക്കുന്നത്, ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ആഡ് കൊടുക്കുകയാണ്. ക്ലോസ് ചെയ്തു. ഇനി നമുക്കത് പോയി യൂസ് കർസർ ടു അസൈൻ കൊടുത്തു. ഇവിടെ വന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇവിടെ വന്ന് കൊടുത്തു, നമുക്കൊന്നും കാണാനില്ല അല്ലേ. ഇനി ഇത് അസൈൻ ആയോ അതോ ഇനി അസൈൻ ആയില്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ വന്ന് സ്റ്റാഡ് എഡിറ്ററിൽ ഒന്ന് വേണം നമുക്ക് നോക്കാം. സ്റ്റാഡ് എഡിറ്ററിൽ മെമ്പർ ലോഡുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. മെമ്പർ ലോഡിൽ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. കോൺസെൻട്രേറ്റഡ് മൊമെൻ്റ് ഉണ്ട്, GZ ആണ്, 2 വന്നിട്ടുണ്ട്, 4 മീറ്റർ മാറി. അപ്പോൾ അതെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല എന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മിനിറ്റ്, നമുക്ക് വേറൊരു വ്യൂവിൽ പോയി നോക്കാം, എവിടെയെങ്കിലും അത് വന്നിട്ടുണ്ടോ, ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയാണോ അത് വന്നതെന്നൊക്കെയുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ അത് കാണിക്കുന്നേ ഇല്ല അല്ലേ, ഒരു ഡയറക്ഷനിൽ പോലും അത് വരുന്നില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ GX ഒന്ന് കൊടുത്ത് നോക്കാം, മോഡിഫൈ ചെയ്യാം. ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് വട്ടം കറങ്ങി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ GX എന്ന് പറയുമ്പോൾ X ഡയറക്ഷനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് GZ ഡയറക്ഷനിലല്ല നമുക്ക് വേണ്ടത്, Z ഡയറക്ഷനിൽ തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം കേട്ടോ. Z ഡയറക്ഷനിൽ തന്നെയാണത് വരേണ്ടിയിരുന്നത്, നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ Z ഡയറക്ഷനിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് കൊടുക്കുവാണ്, മോഡിഫൈ ക്ലോസ്. അപ്പോൾ Z ഡയറക്ഷനിൽ അത് വന്നിട്ടുണ്ട് അല്ലേ. നേരത്തെ ഏതോ കാരണം കൊണ്ട് അവർ കാണിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ആ വ്യൂ മാറ്റി നമുക്ക് നമ്മുടെ ഫ്രണ്ട് വ്യൂവിലൊന്ന് പോയി നോക്കാം. ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇവർ പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Z ഡയറക്ഷൻ അല്ലേ, Z ഡയറക്ഷൻ സ്ക്രീനിൽ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നോക്കിയാൽ മതി. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ തമ്പ് നിൽക്കുന്നത് നമ്മുടെ ദേഹത്തേക്ക്, നമ്മുടെ ഡയറക്ഷനിലേക്ക്, നമ്മൾ Z ഡയറക്ഷനിലേക്ക് പോസിറ്റീവ് വയ്ക്കുമ്പോഴത്തേക്ക് ആ ഫിംഗേഴ്സ് കേർവ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ല, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ പോയി ഒന്ന് ഇതിനെ ഒന്ന് നമ്മൾ എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്ത് അവിടെ നമ്മൾ -2 എന്ന് കൊടുക്കും. ഓക്കെ, -2 കൊടുത്തു, മോഡിഫൈ ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ലോഡും നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോവുക. അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു മെമ്പർ എടുക്കാം. മെമ്പർ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ജോമെട്രി അതിൻ്റെ ലെങ്ത്ത് 5 മീറ്റർ വന്നിട്ടുണ്ട്. പ്രോപ്പർട്ടി എടുക്കുമ്പോൾ 50 സെൻറ്റിമീറ്റർ ഡെപ്തും 20 സെൻറ്റിമീറ്റർ വെഡ്ത്തും വന്നിട്ടുണ്ട്. പിന്നെ ലോഡ് കേസുകൾ, ഡെഡ് ലോഡും ലൈവ് ലോഡും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അനാലിസിസ് ആണ്. അനാലിസിസിൽ വരുമ്പോൾ ഡിഫൈൻ കമാൻഡ് നമുക്ക് കൊടുക്കാം. ഡിഫൈൻ കമാൻഡിൽ പലതരം അനാലിസിസുകളുണ്ട്. നമ്മൾ പറയുന്നത് നമുക്കിവിടെ P delta അനാലിസിസ് എന്ന് വേണ്ട, എനിക്ക് സാധാ ഒരു പെർഫോം അനാലിസിസ് ആണ് എനിക്ക് വേണ്ടതെന്നുള്ള കാര്യം പറയും. ഞാൻ
ആഡ് ചെയ്യും. ഓക്കെ, അത് ഞാൻ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് വേണ്ടത് അനാലിസിസ് ആൻഡ് ഡിസൈനിൽ വന്നു. എനിക്ക് ഇത് ഡിസൈൻ സമയത്താണ് ആവശ്യമുള്ളത്. ഞാൻ അനാലിസിസ് ആൻഡ് ഡിസൈനിൽ വന്നു. ഞാൻ റൺ അനാലിസിസിൽ കൊടുത്തു കേട്ടോ. സ്ട്രക്ചർ ഞാൻ സേവ് ചെയ്തു. അപ്പോൾ ഡൺ ചെയ്തു. അപ്പോൾ അനാലിസിസ് അവിടെ കഴിഞ്ഞു. അനാലിസിസ് കഴിയുമ്പോൾ എന്താ പ്രത്യേകത എന്നുള്ളത്, ഇപ്പോൾ നേരത്തെ നമുക്ക് ലോഡിങ് വരെ ഉള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്താ ഷിയറും ബെൻഡിങ്ങും ഉണ്ട്, ഡിഫ്ലക്ഷനും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഡിഫ്ലക്ഷൻ, ഇവിടെ ഡിഫ്ലക്ഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ ഡിഫ്ലക്ഷൻ ഒന്നും കാണാനില്ല. പിന്നെ ഇവിടെ സെലക്ഷൻ ടൈപ്പ്, ലോഡ് ടൈപ്പ് ഏതൊക്കെയുള്ളത്, ഡെഡ് ലോഡ് ഉണ്ട്, ലൈവ് ലോഡ് ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന എക്സ് ഡയറക്ഷനിലുള്ള എലോങ് ദ ലെങ്ത്തിലുള്ള ഡിഫ്ലക്ഷനാണ്. ആ എലോങ് ദ ലെങ്ത്തിൽ നമുക്ക് ലോഡൊന്നും ഇല്ല, അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഒന്നും ഇവിടെ കാണാനായിട്ടില്ല, എല്ലാം സീറോ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ പ്രതീക്ഷിക്കുന്ന ഏത് ഡയറക്ഷനിലാണ്? വൈ ഡയറക്ഷനിൽ. വൈ ഡയറക്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ വൈ ഡയറക്ഷനിൽ നമുക്ക് ഡിഫ്ലക്ഷൻ ഉണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് MM-ലാണ്. അപ്പോൾ ഇവിടെ അവർ 3.5 ഓരോ ഡിസ്റ്റൻസിലും കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ വേണ്ടത് 5.75 എന്നൊരു മീറ്ററിൽ ഉള്ളൊരു ഡിഫ്ലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 5.75 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡിഫ്ലക്ഷൻ എനിക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അതുപോലെ ഏതാണെങ്കിലും ഇതിപ്പോൾ ഡിഫ്ലക്ഷനാണ്, ഷിയർ, ബെൻഡിങ്ങും. ഇപ്പോൾ നമുക്ക് പല ആക്സിസ് ഉണ്ട്, ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, ലോഡ് കേസുകൾ പലതുണ്ട്, അത് എടുക്കാം. പിന്നെ Z ആണോ Y ആണോ ഏതാണോ കേസ്, അതിനകത്ത് എനിക്ക് ഷിയറും ബെൻഡിങ് മൊമെൻറ്റും രണ്ടും എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ അനാലിസിസ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഡിസൈൻ പാർട്ടിലേക്കാണ്. ഡിസൈൻ പാർട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് RCC, ഒരു മിനിറ്റ്, നമുക്ക് IS-456 ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഏതൊക്കെ പാരാമീറ്റേഴ്സ് എനിക്ക് ഡിസൈൻ ചെയ്യാൻ നേരത്ത്, ഇപ്പോൾ അവർ പറയുവാണ് പല എല്ലാ ക്ലിയർ കവറും എല്ലാം എനിക്ക് സ്പെസിഫൈ ചെയ്യാൻ താല്പര്യമുണ്ട്, എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിരിക്കാൻ പറയും. എനിക്ക് എല്ലാം അത് സെലക്ട് ചെയ്യേണ്ട. എൻ്റെ ക്വസ്റ്റനിൽ അതായത് എൻ്റെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ആളോട് എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കും കംപ്രസീവ് സ്ട്രെങ്ത് 25 Newton/mm² ആണെന്നുള്ളത് കൊടുക്കണം. അതേപോലെ തന്നെ FY മെയിൻ 415-ഉം കംപ്രസീവ് സ്ട്രെങ്ത് കൊടുത്തു, FY മെയിൻ കൊടുത്തു, പിന്നെ എൻ്റെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഈ 3 പാരാമീറ്റേഴ്സുമാണ് എനിക്ക് കൊടുക്കാനുള്ളത്. അതിൻ്റെ 3ൻ്റെ വാല്യൂസ് മാത്രം എനിക്ക് സ്പെസിഫൈ ചെയ്താൽ മതി. ബാക്കിയൊക്കെ സ്റ്റാൻഡേർഡിന് ഇഷ്ടമുള്ളത് പോലെ IS-456 നോക്കി ചെയ്തോട്ടെ എന്ന് ഞാൻ പറയുവാണ്. ഇപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ വാല്യൂസ് എനിക്ക് കൊടുക്കണം. അപ്പോൾ ഇത് kN/m²ലാണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ Nm/mm² നമുക്ക് ക്വസ്റ്റിനെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അത് 25,000 വരും. നമ്മുടെ FC 25,000 വന്നു. അത് ഞാൻ ആഡ് ചെയ്യണം, ആഡ് ചെയ്യാൻ വിട്ടുപോകരുത്. പിന്നെ FY മെയിൻ ആണെങ്കിൽ 415,000 കൊടുക്കുക, അതും ആഡ് ചെയ്യണം. പിന്നെ ഷിയറിന് വേണ്ടിയിട്ടും 415,000 നമ്മൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. ഇനി ഈ കോൺക്രീറ്റ് 25 ഗ്രേഡ് നമ്മൾ എവിടെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ ഫുൾ ബീമിലും 1-ലും 2-ലും നമ്മൾ ഇത് തന്നെ കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ അസൈൻ ടു വ്യൂ കൊടുത്തു, അസൈനിൽ ക്ലിക്ക് ചെയ്തു, ചെയ്തോളൂ എന്ന് പറയുന്നു. ഇനി സ്റ്റീലും നമുക്ക് 2 ബീമിലും FE 415 ആണ് വേണ്ടത്, അതും നമ്മൾ അസൈൻ ചെയ്തോളാം പറയുന്നു. ഇനി ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റും അസൈൻ ടു വ്യൂ കൊടുത്തോളാം നമ്മൾ പറയുന്നു, അസൈൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താ? എൻഡ് കോൺക്രീറ്റ് ബീം. ഓക്കെ, കമാൻഡ് എടുക്കുക. എനിക്ക് ഇവിടെ വേണ്ടത് ഡിസൈൻ ബീം ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഡിസൈൻ ബീം ഞാൻ ആഡ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഡിസൈൻ ബീമും എനിക്ക് ഇവിടെ ഫുൾ അസൈൻ ടു വ്യൂവിൽ ഞാൻ കൊടുത്തു, പ്രൊസീഡ് ചെയ്തിട്ട്. ഓക്കെ, ഇനി ഈ ഡിസൈൻ ഇവിടെ നടക്കണം. ഡിസൈൻ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോകണം. അനാലിസിസ് ആൻഡ് ഡിസൈൻ ചെല്ലുക, റൺ അനാലിസിസ് ചെയ്യുക, അവിടെ ചെല്ലുക. അപ്പോൾ അവർ വീണ്ടും, അപ്പോൾ നമ്മൾ നേരത്തെ നടത്തിയ അനാലിസിസ് ആയിരുന്നു, ഇപ്പോൾ നമ്മൾ ഡിസൈനും ചെയ്തിരിക്കുകയാണ്. ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി എന്താ വേണ്ട? അഡീഷണലായിട്ട് ഇത് ജോമെട്രി, പ്രോപ്പർട്ടി, ലോഡിങ്, ഷിയർ, ബെൻഡിങ്, ഡിഫ്ലക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു. കോൺക്രീറ്റ് ഡിസൈനാണ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നുണ്ട് അല്ലേ, 2 12 mm ബാർ വേണം, ഇത്ര സ്പേസിങ്ങിൽ ഇവിടെ ഈ ഡിസ്റ്റൻസ് മുതൽ ഈ ഡിസ്റ്റൻസ് വരെ വേണം എന്നുള്ള കാര്യങ്ങളും. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിറപ്പ് കൊടുക്കുന്നത് 8 mm ഡയമീറ്റർ 300 mm സെൻറ്ററിൽ കൊടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് 9 എണ്ണം അവിടെ ആവശ്യം വരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ബോട്ടം റീഇൻഫോഴ്സ്മെൻറ്റും എത്ര വേണം എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എത്ര സ്റ്റീൽ കൊടുക്കണം എന്നുള്ളത് കോൺക്രീറ്റ് ഡിസൈനിൽ നമുക്ക് കിട്ടി. ഇതിപ്പോൾ 2 ബീമിൻ്റെ അല്ലേ,
നിങ്ങൾ താഴത്തെ ടോപ്പിൽ നിങ്ങൾ നോക്കിയാൽ മതി 212 അല്ലേ, അല്ലെങ്കിൽ സിറപ്പിൻ്റെ സ്പേസിങ് നോക്കിയോ. സിറപ്പിൻ്റെ സ്പേസിങ്ങിൽ 8 ഡയമീറ്റർ 8 സെൻറ്റർ ടു സെൻറ്റർ 300 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ 8 സെൻറ്റർ ടു സെൻറ്റർ 300, ഇവിടെയും 8 സെൻറ്റർ ടു സെൻറ്റർ 300 എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്ത് പോകാവുന്ന രീതിയിലാണ് അവർ ബീം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ബീം, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരുന്നു, ക്വസ്റ്റ്യനകത്ത് തന്നിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. അതായത് ഈ ഡയമെൻഷൻസ് അനുസരിച്ച് നമ്മൾ ആദ്യമേ ജോമെട്രി കൊടുത്തു, പിന്നെ അതിൻ്റെ ഡയമെൻഷൻ ക്വസ്റ്റ്യനിലായിരുന്നു, നമ്മളത് അസ്യൂം ചെയ്ത് കൊടുത്തു, സപ്പോർട്ട് കൊടുത്തു, ലൈവ് ലോഡും ഡെഡ് ലോഡും കോമ്പിനേഷനും നമ്മൾ കൊടുത്തു, അനലൈസ് ചെയ്തു, ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എന്തുമാത്രം സ്റ്റീൽ വേണം എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. ഓക്കെ, താങ്ക് യു.